ജോപ്രസാദ് വിഷമെന്നല്ല കൊടും വിഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുള്ള കാരണം അങ്ങേക്കറിയാം. അത് കളമശ്ശേരി സ്ഫോടന സമയത്ത് അതിന്റെ അന്വേഷണം തുടങ്ങും മുമ്പ് തന്നെ അതിനെ കമ്മ്യൂണലായി ടെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം നടത്തിയ ഒരു മഹാമോശം നീക്കത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വിഷമല്ല കൊടും വിഷമാണെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം ജിൻഡോ പറഞ്ഞ കാര്യം. ജിൻഡോ പറഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു, മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു. ആ മോദി മന്ത്രിസഭയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു, എൻ്റെ ഇക്കാലം അത്രയുമുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇത്തരത്തിൽ ഒരു പരാജയപ്പെട്ട ആളായി അവസാനിപ്പിക്കുന്നത് ഞാൻ കരുതിയതല്ല, പക്ഷേ താങ്ക്സ് ലോട്ട്, എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാം വെച്ചുകെട്ടി പോകാൻ തുടങ്ങിയ ആളാണെന്നേ. അപ്പം ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഇന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. ശോഭാ സുരേന്ദ്രൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്, നല്ല വലിയ വിഷമമുണ്ട്. ആ വിഷമം നിൽക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് എന്ന് ശോഭയ്ക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവരൊരു സീസൺഡ് രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടാണ്. ആ സീസൺഡ് രാഷ്ട്രീയക്കാരുടെ സ്വഭാവം രാജീവ് ചന്ദ്രശേഖരൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയെ നയിക്കാൻ കഴിയുക? ഷാബു പ്രസാദ്. ഹാഷ്മി, ആദ്യം നിങ്ങൾ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെ ഒരു ചരിത്രം ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് അന്ന് വരെ കർട്ടന് പിന്നിൽ പ്രവർത്തിച്ച അധികം മാർക്കും പരിചയമില്ലാത്ത ആൾക്കാരെ പെട്ടെന്ന് മുൻപിലേക്ക് കൊണ്ടുവന്ന് അവരെ ജനകീയരാക്കുന്ന ഒരു മാന്ത്രിക വടി ബി ജെ പിയുടെ കയ്യിലുണ്ട്. 1991 മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന ആൾ ദേശീയ പ്രസിഡൻ്റ് ആകുമ്പോൾ അതുവരെ പാർട്ടിക്ക് പുറത്തൊരു കുഞ്ഞിന് പോലും അദ്ദേഹത്തിനെ അറിയില്ലായിരുന്നു. പിന്നെ 2001 ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായിട്ടൊരാളെ വിട്ടു. ആ മനുഷ്യനെ പാർട്ടിയുടെ കർട്ടന് പിന്നിലും പാർട്ടിക്കുള്ളിലും അല്ലാതെ പിന്നെ അപൂർവം കുറച്ച് ഇൻ്റലക്ച്വൽസിനും പത്രക്കാർക്കും അല്ലാതെ ഒരു കുഞ്ഞിന് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് ഒരു സ്കൂൾ ഇലക്ഷനിൽ പോലും മത്സരിച്ചിട്ടില്ല, പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ആർക്കും അറിയില്ല. ആ മനുഷ്യൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. 2009 പാർട്ടി BJP രണ്ടാമതും തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങി ആകപ്പാടെ ഒരു നിരാശ ബാധിച്ച ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ചുക്കാൻ ഏൽപ്പിച്ചത് നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ മനുഷ്യനെയാണ്. ഒരു ബിസിനസ്സുകാരനായിരുന്നു. അങ്ങനെ ആ അതിനു മുമ്പ് അവിടുത്തെ മന്ത്രിയൊക്കെ ആയിരുന്നു. എത്ര പേർക്കറിയായിരുന്നു ഹാഷ്മി നിതിൻ ഗഡ്കരി എന്ന പേരിനെ? 5 വർഷം ഈ പാർട്ടിയെ നയിച്ച് 2013 2014 ആ മഹാവിജയത്തിനുള്ള എല്ലാ അടിത്തറയും പാകിയതിനു ശേഷമാണ് നിതിൻ ഗഡ്കരി അധ്യക്ഷ പദവി ഒഴിയുന്നത്. 2017 ഉത്തർപ്രദേശിൽ വമ്പൻ വിജയം നേടിയപ്പോൾ എല്ലാ രാഷ്ട്രീയ അഭ്യൂഹക്കാരുടെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു യുവസന്യാസിയെ BJP അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത്. എല്ലാവരും ചോദിച്ചത് എന്താണ് ഈ BJP കാണിക്കുന്നതെന്ന്. അല്ല, അങ്ങ് മുരളി മനോഹർ ജോഷിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ മുരളി മനോഹർ ജോഷി RSSൽ ചേരുന്ന എത്രാമത്തെ വയസ്സിലാണ്? അദ്ദേഹം ABVP ചേരുന്ന എത്രാമത്തെ വയസ്സിലാണ്? RSS നേതൃത്വത്തിൽ അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന ഏത് വർഷത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം സജീവ BJP രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു രാഷ്ട്രീയ പരിചയം തന്നെയാണല്ലോ മുരളി മനോഹർ ജോഷിക്കുള്ളത്. നരേന്ദ്രമോദിക്കും ഈ പറയുന്ന ഗുജറാത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു സജീവ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണല്ലോ ഉള്ളത്, അല്ലേ? ഒരു മിനിറ്റ് ഹാഷ്മി, ഒന്ന് വെയിറ്റ് ചെയ്യൂ. RSSലേക്ക് വന്ന് 3ാമത്തെ വർഷം സർസംഘചാലകനായ ഒരു വ്യക്തിയെപ്പറ്റി നിങ്ങളൊരു പക്ഷേ നല്ല പരിചയമുണ്ടാകും. മാധവ സദാശിവ ഗോൾവൾക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഗുരുജി ഗോൾവൾക്കർ. 1937 മാത്രം RSSൽ വരികയും 1940 സർസംഘചാലകാകുകയും 33 വർഷം ആ പ്രസ്ഥാനത്തിനെ നയിച്ച് ഒരു മഹാപ്രസ്ഥാനമാക്കി വളർത്തുകയും ചെയ്ത മനുഷ്യൻ്റെ പേരാണത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സംഘപരിവാറിൻ്റെയും BJPയുടെയും ആ ഒരു മോഡസ് ഓപ്പറാൻഡി, ആ ഒരു സ്ട്രക്ചറിനെ പറ്റി അറിയില്ല. അതുകൊണ്ടാണ് എല്ലാ വിലയിരുത്തലുകൾ പോലെയും ഈ രീതിയിലും വിലയിരുത്തുകയും നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്നത്. എല്ലാം ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അദ്ദേഹം നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. കേരളത്തിലെ ഉള്ളുകള്ളികളെ പറ്റി അദ്ദേഹത്തിന് എത്രത്തോളം അറിയാം എന്നുള്ളതിനെ പറ്റിയും എനിക്ക് താങ്കൾ എന്നോട് ഈ പറഞ്ഞ BJPയും സംഘരാഷ്ട്രീയം പഠിക്കണമെന്ന് പറയുകയും താങ്കൾ മുരളി മനോഹർ ജോഷിയെ പറ്റി ഒട്ടും പഠിക്കാതെ അത് പറയുകയും ചെയ്തു എന്നുള്ളത് സങ്കടകരമല്ലേ? ഇപ്പോൾ BJPയുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത്
He was General Secretary, University Teachers Association, Allahabad, 1971-73, President, University Teachers Association, Allahabad, 87-90. അല്ല താങ്കൾ പറഞ്ഞത് ബി ജെ പിയിലേക്ക് വരുമ്പോൾ ആർക്കും അറിയാത്ത ആളാണെന്ന് പറയുന്നത്. നോക്കട്ടെ, ഹി വാസ് ഓർഗനൈസ് സെക്രട്ടറി ഭാരതീയ ജനസംഘ് ബി ജെ എസ്, സോണൽ ഓർഗനൈസ് സെക്രട്ടറി ബി ജെ എസ്, ഉത്തർപ്രദേശ് സെക്രട്ടറി ബി ജെ എസ്, ഉത്തർപ്രദേശ് സെക്രട്ടറി ബി ജെ എസ്. അല്ല ഷാബു പ്രസാദ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അല്ല ഗൂഗിൾ അല്ല, ഭാരതി ബി ജെ പിയുടെ വെബ്സൈറ്റ് അല്ല ബി ജെ പിയുടെ വെബ്സൈറ്റ്. താങ്കൾ ഒഴുക്കത്തിൽ താങ്കൾ ഒഴുക്കിൽ മുരളി മനോഹർ ജോഷിയെ പറ്റി എത്ര പേർക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴേക്കും അദ്ദേഹം RSSലൂടെ ABVPയിലൂടെ ഈ പറയുന്ന ഘട്ടം ഘട്ടമായി രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വന്ന ആൾ തന്നെയാണ്. ആ സമയത്തേക്കൊന്നും മുരളി മനോഹർ ജോഷി ആർക്കും അറിയത്തില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രശ്നം, നമ്മുടെ പ്രശ്നമല്ല. ശരി, അതൊന്നും മുരളി മനോഹർ ജോഷി ഉദാഹരണം എടുക്കല്ലേ. താങ്കൾ ബാക്കി പറഞ്ഞ പേരുകൾ ശരി, താങ്കൾ ബാക്കി പറഞ്ഞ പേരുകൾ കൂടി എനിക്ക് പറയാൻ അറിയാൻ സമയമില്ലാത്തതുകൊണ്ട് മത്സരിച്ചത്, യോഗങ്ങളിൽ പ്രസംഗിച്ചത്, പത്രസമ്മേളനം നടത്തിയത്, ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു. ആ രീതിയിൽ ആ മാനദണ്ഡങ്ങളോട് യോജിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ മുരളി മനോഹർ ജോഷി ഇതെല്ലാം മാനദണ്ഡമുള്ള ആളാണ്. ഒരുപാട് പൊതുയോഗങ്ങളിൽ സംസാരിച്ച ആളാണ്. അതിനു മുമ്പ് തന്നെ ഒരുപാട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളുമാണ് മുരളി മനോഹർ ജോഷി.